CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സ്വയം വിമർശനം. പാർട്ടിക്ക് സംഘടനാ ദൗർബല്യങ്ങളെന്ന് പരാമർശം. സംസ്ഥാനത്തിന് പുതിയ വികസന കാഴ്ചപ്പാട് നിർദ്ദേശിക്കുന്ന പാർട്ടി രേഖയായ നവകേരളത്തിനുള്ള പുതുവഴികൾ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ആ നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്തൊക്കെയാണെന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അതോടൊപ്പം തന്നെ സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു പരാമർശവും കൂടി ഉയർന്നു വന്നിരിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു സമ്മേളനം? തീർച്ചയായും സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു തുറന്നു പറച്ചിലിന് സാക്ഷ്യം വഹിക്കുകയാണ് പ്രതിനിധി സമ്മേളനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം സംഘടനാ ദൗർബല്യങ്ങളുണ്ട് എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും ഈ 2 പ്രാവശ്യം ഭരണം കിട്ടിയപ്പോഴും അതിന് പിന്നാലെ 3-ാം പ്രാവശ്യവും ഭരണം കിട്ടും എന്നൊരു ആലസ്യം നേതാക്കളിലും പ്രവർത്തകരിലും പല ആവർത്തി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആലസ്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയം. പല സ്ഥലങ്ങളിലും BJP അവരുടെ മേൽക്കൈ നേടുന്നതും കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും തൃശൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും BJP സ്ഥാനാർത്ഥി വിജയിച്ച് പാർലമെന്റിലെത്തിയതും തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ജില്ലകളിൽ വലിയ തരത്തിൽ BJPക്ക് വോട്ടുയർത്താൻ കഴിഞ്ഞതുമെല്ലാം തന്നെ സംഘടനാ ദൗർബല്യമായിട്ട് തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ കാണപ്പെടുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് LDF കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജനെ മാറ്റിയതാണ്. അത് സംഘടനാപരമായ പ്രവർത്തനത്തിൽ ഉണ്ടായ വീഴ്ച അത് കണക്കിലെടുത്താണ് അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കടന്നതെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രവർത്തന റിപ്പോർട്ട് അവതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്മേലുള്ള ചർച്ചകളിലേക്കാണ് സ്വാഭാവികമായും കടക്കുക. ഒപ്പം മുഖ്യമന്ത്രിയുടെ പുതിയ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നയരേഖ ഇന്ന് തന്നെ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി അല്പസമയങ്ങൾക്ക് മുമ്പ് വിശ്രമം കഴിഞ്ഞ് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ BJPക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും ഒപ്പം തന്നെ ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ ഉയർന്നു വന്നിരുന്നു. കാരണം പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോക്കറ്റുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ പാർട്ടിക്ക് ഭദ്രം എന്ന് കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും തുരന്നു കയറുവാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല പാർട്ടിയുടെ സംഘടനാപരമായി ഏറ്റവും കൂടുതൽ അടുത്തു നിന്ന ഒരു വിഭാഗം പാർട്ടിയിൽ നിന്നും അകർന്നു പോയിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കൃത്യമായി സംഘടനാ ദൗർലഭ്യമുണ്ട് അല്ലെങ്കിൽ വീഴ്ചയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സമ്മേളനം നാളെ മുതലാണ് കാര്യമായ ചർച്ചകളിലേക്ക് കടക്കുക. 8-ാം തീയതി സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പ്രസംഗമുണ്ടാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററായിരിക്കും ഈ ചർച്ചയ്ക്ക് അവസാനമായുള്ള മറുപടി നൽകുക. 9-ാം തീയതി മുഖ്യമന്ത്രിയും മറുപടി നൽകും. അങ്ങനെ സമൂലമായ ഒരു രാഷ്ട്രീയ ചർച്ച ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ കൂടി നൽകിക്കൊണ്ടാണ് നേരത്തെ പ്രകാശ് കാരാട്ട് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. കാരണം സമീപകാലങ്ങളിലൊന്നും കാണാത്ത വിധത്തിലുള്ള BJPയുടെ മുന്നോട്ട് പോക്ക് അത് ഒരു പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ഫാസിസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആ ഫാസിസത്തിനെതിരെ CPM നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ എടുത്തു പറയേണ്ടതാണ്. അത്തരം ചെറുത്തുനിൽപ്പുകൾ നടത്തുമ്പോഴും പാർട്ടിയെ വല്ലാത്ത തരത്തിൽ പ്രതിരോധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് വലിയ തരത്തിലുള്ള വീഴ്ച കോൺഗ്രസിന് ഉണ്ട്. അത്തരം വീഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ വിലയില്ലാത്ത പ്രചരണ പരിപാടികൾ അംഗീകരിക്കേണ്ട എന്ന നിലപാടാണ്. കോൺഗ്രസുമായി ഒരിക്കൽ പോലും സന്ധി ചെയ്യാത്ത തരത്തിലുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ CPMനെ ഒരു കാര്യവും പഠിപ്പിക്കാനും ഉപദേശം നൽകുവാനും കോൺഗ്രസ് വരണ്ട എന്ന് തന്നെ പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തു. 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും പാർട്ടിക്ക് കൃത്യമായ ഒരു നയരേഖ ഉണ്ടാകും. ആ നയരേഖയുമായി ബന്ധപ്പെട്ട് സമൂലമായ മാറ്റം ലക്ഷ്യമാക്കി പാർട്ടി മുന്നോട്ട് പോകും, പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങും എന്നുള്ള ഉറപ്പുകളും പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്നുണ്ട്. നാളെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൂർണ്ണ തോതിലുള്ള ചർച്ചയിലേക്ക് കടക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ് വീണ്ടും സർക്കാർ, അതായത് 3-ാം സർക്കാർ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയുടെ നയരേഖ ഇന്ന് തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്യും. ഈ നയരേഖയുടെ അടിസ്ഥാനമാക്കി ഏകദേശം 4 മണിക്കൂറോളം ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. കാളിദാസ്. ശരി ബിനോയ്.